മകരസംക്രാന്തി പൂജയ്ക്ക് മുന്നോടിയായ ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വസ്തുബലി, വാസ്തുഹോമം, പ്രസാദ ശുദ്ധി എന്നീ ക്രിയകൾ നടക്കും. അതേസമയം സന്നിധാനത്ത് ഭക്തരുടെ തിരക്കേറുകയാണ്. സന്നിധാനത്തിന് നിന്നും അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മകരസംക്രാന്തി പൂജയ്ക്ക് മുന്നോടിയായ ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് എപ്പോഴായിരിക്കും ആരംഭിക്കുക? കെ.പി. ശബരിമല സന്നിധാനം മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള വലിയ ഭക്തജന തിരക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. രാവിലെ നമ്മൾ വാർത്ത സംരക്ഷണം ചെയ്യുന്ന സമയത്ത് വലിയ തിരക്കൊന്നും തന്നെ ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും വൈകുന്നേരത്തോടുകൂടി, അതായത് 3 മണിക്ക് വൈകുന്നേരം നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത്. ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ, സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ടെന്റ് കെട്ടി അവർ താമസം ആരംഭിക്കുന്ന കാഴ്ചകൾ പോലും നമുക്ക് കാണാൻ. ഇപ്പോൾ 18-ാം പടി സാവധാനം തൊട്ടുകയറി വരുന്ന അയ്യപ്പ ഭക്തരെയാണ് ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നത് എങ്കിൽ നമുക്ക് ഇപ്പോൾ അവിടെ നിന്നും വലിയ ഭക്തജന തിരക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല സന്നിധാനത്തേക്ക് മകരവിളക്കിന് മുന്നോടിയായ പൂജാ കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം, അതായത് 6:30 തന്നെ സന്ധ്യാദീപാരാധന ആരംഭിക്കുന്നുണ്ടാകും. സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനത്ത് ക്ഷേത്രതന്ത്രി ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയകൾക്ക് തുടക്കമാകും. വാസ്തുബലി, വാസ്തു ഹോമം, അതുപോലെ തന്നെ ഷോഡഹോമം, അതുപോലെ പ്രാസാദ ശുദ്ധി എന്നീ ക്രിയകളാണ് ഇന്ന് ഈ ശബരിമല സന്നിധാനത്ത് മകരസംക്രാന്തി പൂജയുടെ ഭാഗമായി ഉണ്ടാവുക. നാളെ ധാരയും അതുപോലെ തന്നെ അഭിഷേകവും ഉണ്ടാകും ഭഗവാന്. അതിനുശേഷമാണ് 14-ാം തീയതി രാവിലെ 8:45 ശുഭമുഹൂർത്തത്തിൽ മകരസംക്രാന്തി പൂജ സന്നിധാനത്ത് ഉണ്ടാവുക. ഒരു വർഷക്കാലം ഒരു അയ്യപ്പൻ കാത്തിരുന്ന, ഒരു സ്വാമി കാത്തിരുന്ന ആ ദിവ്യ ദർശനത്തിന്, മകരസംക്രാന്തി പൂജയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് 8:45 കൂടിയായിരിക്കും ശബരിമല സന്നിധാനത്ത് അത്തരത്തിൽ ആ മകരസംക്രാന്തി പൂജ നടക്കുക. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ശരണമന്ത്രഘോഷങ്ങളോടുകൂടി, വലിയ ആരവത്തോട്, വലിയ ഭക്തിയോടുകൂടി തന്നെ പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തിരുവാഭരണത്തെ സ്വീകരിക്കും. അവിടെ നിന്നും ശബരിപീഠത്തിൽ വെച്ചാണ് ഔപചാരികമായി കൊട്ടാരം പ്രതിനിധി ശ്രീ തൃക്കേട്ട രാജരാജവർമ്മയ്ക്ക് സ്വീകരണം നൽകി അവിടെ നിന്നും ദേവസ്വം പ്രതിനിധികളോടൊപ്പം 18-ാം പടി കയറി ഉണ്ടാവുക. 18-ാം പടിയുടെ മുമ്പിൽ വീണ്ടും ദേവസ്വം പ്രതിനിധികൾ പീഠത്തെ സ്വീകരിക്കും. അവിടെ നിന്നും ശ്രീകോവിലേക്ക് ആനയിക്കും. ശ്രീകോവിലിൽ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെയും കണ്ഠർ രാജീവരുടെയും നേതൃത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആ പേടകം സ്വീകരിച്ച് 6:30 സന്ധ്യാദീപാരാധനയ്ക്കായി ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാകും. ആ ശ്രീകോവിലിൽ 6:30 കൊണ്ടുപോയതിനു ശേഷമായിരിക്കും ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലുള്ള ഒരു അയ്യപ്പസ്വാമി കാത്തിരുന്ന അതുല്യ നിമിഷത്തിലേക്കുള്ള മകരവിളക്ക് തെളിയുന്ന, മകരജ്യോതി തെളിയുന്ന പൊന്മേടിൽ, പുല്ലമ്പലമേട്ടിൽ ആ മകരജ്യോതി തെളിയുന്ന ആ അത്യപൂർവമായ നിമിഷമുണ്ടാകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള സന്ധ്യാദീപാരാധന ഉണ്ടാകുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിനിർഭരമായ, ഭക്തിസാന്ദ്രമായ, വലിയ ഭക്തിപ്രഭയാർന്ന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഓരോ അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ആവേശത്തോടും ആഗ്രഹത്തോടും ഒരു നോക്ക് തൻ്റെ മണികണ്ഠ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി, കലിയുഗവരതനെ കാണുന്നതിലേക്ക് വേണ്ടി, അന്നദാന പ്രഭുവിനെ കാണുന്നതിലേക്ക് വേണ്ടി, ആവൽ ബാന്ധകനെ കാണുന്നതിലേക്ക് വേണ്ടി ഓരോ അയ്യപ്പ സ്വാമിയും എനിക്ക് പുറകിലൂടെ ശക്തമായി കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പന്മാരടക്കം അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. അഖിൽ പാലോട്ടുമടമാണ് വിശദാംശങ്ങൾ നൽകിയത്.